welcome to another episode of Comedy Master. അതെ, നമ്മൾ ആഘോഷം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും അതിന്റേതായ ത്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനുണ്ടല്ലോ ക്രിസ്മസ് സമയത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് നമ്മുടെ പള്ളിയിൽ ഉണ്ടാവില്ലേ ഷാൻ ചേട്ടാ, നോബി ചേട്ടാ, നമുക്ക് ചിലപ്പോൾ 5 രൂപയ്ക്ക് കൊടുത്തിട്ട് ചെറിയ ചെറിയ ഗെയിമുകൾ ഉണ്ടാവും. ഇവിടെ വന്നപ്പോ എനിക്ക് ആ നൊസ്റ്റു അടിച്ചു. അങ്ങനെ ഒരു ഐറ്റം ആണ് ഇവിടെ തോന്നിക്കുന്ന ഒരു ടാസ്ക് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്നാണ് ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാവർക്കും എങ്ങനെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാൻ അറിയും? നമ്മൾ അന്ന് പായസം വിറ്റത് പോലെയാണോ? നല്ലോണം മാർക്കറ്റിംഗ് ചെയ്യും, ഞാൻ ചെയ്യത്തില്ല. ഒരു ഉൽപ്പന്നം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നത്, അത്രത്തോളം നിങ്ങൾക്ക് അതിനുള്ള ഒരു കാലിബർ ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള എത്രത്തോളം ഒരു കഴിവുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്രിസ്മസിന് ഇത് കച്ചവടം ചെയ്യണം. അതെ, അപ്പൊ ഇത് ഓണക്കൊടി, ഇത് വെള്ളരിക്ക, ഇത് നമ്മുടെ ശർക്കരപ്പേരി, നമ്മളുടെ എന്റെ ഇതിൽ പറഞ്ഞ ഉന്നം പോയിന്റ് തെറ്റാലി, ആൻഡ് ഇത് നമ്മുടെ പൂവ് വിഷുക്കന്നിക്കൊന്ന്. അപ്പൊ ഇത് ആർക്കൊക്കെ ഏതൊക്കെ കിട്ടും നമ്മളിങ്ങനെ ലോട്ട് ഇട്ടിട്ടുണ്ട്. സോ വരുന്നവരെടുക്കുക, ഏതാണോ കിട്ടുന്നത് ആ ഒബ്ജക്ട് സെയിൽ ചെയ്യാം. അപ്പൊ അഖിലിൽ നിന്ന് തുടങ്ങാം നമുക്ക് അല്ലേ? ആദ്യം എല്ലാരും തുറന്നു നോക്കരുത്. അല്ല തുറന്നു നോക്കിയുള്ളൂ, കുഴപ്പമില്ല. പ്ലാൻ ചെയ്തോളൂ, കുഴപ്പമില്ല. കിട്ടിയോ? എല്ലാവർക്കും 2 minutes. നോക്കിയോ എന്നാ നോക്കിയോ നോക്കട്ടെ. സെന്ററിൽ പോയി പ്രസന്റ് ചെയ്തോ. ഷാജോനേട്ടനും ഞാനും ഇത് വാങ്ങണം. ഇത് ആരാണ് നന്നായി മാർക്കറ്റ് ചെയ്യുക അവരെ സാധനം നമ്മൾ വാങ്ങും. ഓക്കെ പ്രിയമുള്ളവരെ, ഇത് എന്റെ കയ്യിലിരിക്കുന്നത് നല്ല മഞ്ഞ കണിക്കൊന്നയാണ്. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ എന്തുകൊണ്ട് ഞാൻ ഈ കണിക്കൊന്ന വിൽക്കുന്നു നിങ്ങൾ എല്ലാവരും വളരെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടാവും. കാരണം ക്രിസ്മസ് കഴിഞ്ഞ് നമുക്ക് അടുത്ത് വരുന്ന ആഘോഷം എന്ന് പറയുന്നത് ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ആഘോഷം വരും. ന്യൂ ഇയർ കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വരുന്ന ഏറ്റവും വലിയ മലയാളിയുടെ ആഘോഷം എന്താണ്? വിഷു. ഈ വിഷു നമ്മൾ അല്ലെ, ഇപ്പോ ഈ ക്രിസ്മസിന് ഇന്ന് ഡിസംബർ 25-ാം തീയതി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ കണിക്കൊന്ന വിൽക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കാരണം ഇത് ഏപ്രിൽ 14-ാം തീയതി വരെ ഈ കണിക്കൊന്ന ഒന്നും സംഭവിക്കാതിരിക്കും. കാരണം ഇത് പ്ലാസ്റ്റിക് ആണ്. അത്രയും ദിവസം ഇത് ചുമ്മാതിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ വേണമെങ്കിൽ മേടിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും ബ്ലാക്കിൽ വിൽക്കും. അതുകൊണ്ട് വേണമെങ്കിൽ ശ്രീവിദ്യ എന്താണ് കിട്ടിയത്? തെറ്റാലി. അവള് വലിയൊരു തെറ്റായിരുന്നു ചെയ്തത്. എല്ലാവർക്കും മെറി ക്രിസ്മസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്രിസ്മസിൽ എന്താണ് ഈ തെറ്റാലിക്ക് കാര്യമെന്ന്. കാര്യമുണ്ട്. കാരണം ക്രിസ്മസിന് നമ്മൾ സ്റ്റാറുകൾ ഉയരത്തിൽ തൂക്കും. നമുക്ക് ആർക്കും അറിയില്ല എങ്ങനെ നമ്മൾ ആ സ്റ്റാർ ഇറക്കുമെന്ന്. എറിഞ്ഞിടുക, സ്റ്റാർ താഴ്ത്ത വിടുക. ഭർത്താവും കിടക്കുമ്പോ അവർ ആ പുൽക്കൂടി എങ്ങനെ അവരെ കയ്യിലെടുക്കാണ്ട് വീടിന്റെ അടിയിലേക്കൊന്നാക്കുക, പുൽക്കൂടി താഴെ വീഴും. അതൊക്കെ പോട്ടെ, നമുക്ക് ക്രിസ്മസിന് 10 ദിവസം അവധി തരും. അത് കഴിഞ്ഞ് ന്യൂ ഇയറിന് സ്കൂൾ തുറക്കും. പക്ഷെ നമുക്ക് ആർക്കും പോകാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടുകാരന്റെ കയ്യിൽ ഇത് കൊടുക്കുക, എറിഞ്ഞിടുക, ഇവിടെ മുറിവാക്കുക. ന്യൂ ഇയർ നിങ്ങൾ വീട്ടിൽ നിന്ന് ആഘോഷിക്കാം. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഈ തെറ്റാലി വാങ്ങിക്കുക. ഇത് നിങ്ങളുടെ അവധി ദിനം ആഘോഷമാക്കും. നിങ്ങളുടെ സ്റ്റാറുകൾ താഴെ ഇറക്കും. വെറും 10 രൂപ മാത്രം. താങ്ക് യു. ശർക്കര വരട്ടി. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ശർക്കര വരട്ടി. ക്രിസ്മസ് സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്ന വെയിറ്റ് വെക്കും. കാരണം മധുരം കുടിക്കുന്നു, വൈൻ കുടിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും പറയും. പക്ഷെ അവിടെയാണ് ശർക്കര വരട്ടി നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് പറയുന്നത്. ഒന്ന് വെള്ളം അടിക്കുന്നു കിച്ചണിൽ നിന്ന്, ഒരു ടച്ചിങ്സ് വേണം. നോക്കുമ്പോൾ കറക്റ്റ് സാധനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശർക്കര വരട്ടി ഒന്ന് ടച്ച് ചെയ്തിട്ട് ആ അടിക്കുന്ന സാധനം ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ എന്താ ഒരു ഫീല്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ക്രിസ്മസിന് നിങ്ങൾ എന്തായാലും മേടിക്കേണ്ട ഒരു സാധനമാണ് ശർക്കര വരട്ടി. എങ്കിൽ നിങ്ങൾ ഇതിന്റെ പൈസയും കൂടെ കേട്ടാൽ ഞെട്ടും. എന്താണ് ഇത്രയും ശർക്കര വരട്ടിക്ക് വെറും 5 രൂപ തന്നാ മതി. 5 രൂപ. കഴിച്ചു നോക്കൂ. ഒരെണ്ണം, ഒരു ഇച്ചിരി കഴിച്ചു നോക്കൂ. ഇനി 3 രൂപ കൊടുത്താൽ 2 രൂപ താരം കിട്ടിയില്ല കയ്യില്. ചൊറിഞ്ഞു വെക്കാ. വെള്ളരി. ഡിസംബർ മാസത്തിന്റെ തണുപ്പിൽ മഞ്ഞും നനവും തട്ടി തെങ്ങിന്റെ മൂട്ടിൽ വളർന്ന ചെറിയൊരു വെള്ളരിക്ക. ചെറുതാണെങ്കിലും 3 പേരുണ്ട്: വെള്ള, അരി, ഈക്ക. ഈ സാധനം എന്തിന് ക്രിസ്മസിന് എന്ന് നിങ്ങൾ ചോദിക്കും. അറിയാം, പോർക്ക് വെക്കണം, ബീഫ് വെക്കണം, ചിക്കൻ വെക്കണം, ഫ്രൈ ചെയ്ത് വെക്കണം. വെക്കുമ്പോ ഇതിന്റെ മേളിൽ അലങ്കാരമായിട്ട് എന്നെ അരിഞ്ഞ് ഡിസൈൻ ചെയ്ത് സ്റ്റാർ ആയിട്ട് വെക്കാം. മിസ്റ്റർ, അത് കണി വളരിയാണ്. അതായത് 24-ാം തീയതി എന്നെ കണി വെച്ചോളൂ നിങ്ങൾ. ശേഷം 25-ാം തീയതി രാവിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അരിഞ്ഞ് എന്തായാലും എല്ലാവരും എണീറ്റ് പോയാലും പകുതി കടിച്ച ഞാൻ ഡൈനിങ് ടേബിളിൽ ഒരു സൈഡിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ അഖില് പറഞ്ഞതുപോലെ ഈ കണിക്കൊന്ന എടുക്കുമ്പോൾ ഒരു 4 മാസം വാടാതെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ വിഷുവിന്റെ ഒന്ന് കണിയും കാണാം. ഈ പാമ്പ് സാധനത്തിന്റെ പേര് വെള്ളരിക്ക.
ഓക്കെ, പ്രിയമുള്ളവരെ, ക്രിസ്മസ് പ്രമാണിച്ച് മനോഹരമായ ഒരു മിനിസമുള്ളൊരു മഞ്ഞ തോർത്താണ് ഞാൻ ഇവിടെ വിൽക്കുന്നത്. എന്ത് രസം, എന്ത് ഭംഗി. പ്ലെയിൻ ആണ്, പക്ഷെ പ്ലെയിൻ ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. നോക്കൂ, സാധാരണ ഓണക്കാലങ്ങളിലും വിഷുക്കാലങ്ങളിലായിട്ട് നമ്മൾ ഇതുപോലെ മഞ്ഞ കോടികൾ സമ്മാനമായൊക്കെ നൽകുന്നതും അണിയുന്നത് നോക്കി. പക്ഷെ എന്നാൽ ക്രിസ്മസ് എന്തുകൊണ്ട് മഞ്ഞ ഇട്ടൂടാ? എന്തിനാണിത്? ചേട്ടൻ ഒരു കുർത്ത മേടിച്ചു, ലൈനിങ് കെട്ടണം, ഇത് ഉപയോഗിച്ചൂടെ? റോഡിൽ ടാരം നടക്കണമെങ്കിൽ മഞ്ഞ വരയ്ക്ക് വരെ ഉപയോഗിക്കാം. ചുമ്മാ ഇരിക്കട്ടെ, ഒരു കോമഡി. അല്ല, ഓണത്തിന് ഇത് കച്ചവടാവാൻ സാധ്യത ഉണ്ട്. മഞ്ഞത്തിന് അത്രയ്ക്ക് കയറിയിട്ടുണ്ട്. ഒരു കച്ചവട സ്കില്ല് നിങ്ങൾ പുറത്തെടുത്തപ്പോൾ എന്നെ അധികം ഘടാതാകർഷിച്ചത് 1-2 വ്യക്തികളാണ്. ആദ്യം പറയാനുള്ളത്, ഒരു പൊട്ടുവളരി എടുത്തുകൊണ്ട് വന്നിട്ട് ബീഫിനകത്ത് അരിഞ്ഞിടാൻ പറഞ്ഞ നോബി മർക്കോസ് എന്ന താങ്കളുടെ ആ ധൈര്യം, ക്രിയേറ്റിവിറ്റി ഞാൻ അങ്ങേയറ്റം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വളരെ നന്നായിരുന്നു. ഞാൻ ഏറ്റവും അധികം അംഗീകരിച്ച ഒരാള് മറ്റൊന്നുമല്ല, ഒരു മാറ്റമില്ലാത്ത ഈ തെറ്റാലിയെ നമ്മളെ മേടിപ്പിക്കാൻ നിർബന്ധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതും 5 രൂപയ്ക്ക്. അവസാനം നമ്മുടെ നെറ്റിക്കടിച്ച് നമുക്ക് സ്കൂളിൽ പോകാതെ കിടക്കാം, ന്യൂ ഇയർ ആഘോഷിക്കാം. ആരെയും നമുക്ക് 1, 2, 3 അങ്ങനെ സ്ഥാനങ്ങളിലോട്ട് നിർത്താൻ പറ്റില്ല. എല്ലാവരും ഗംഭീര ബിസിനസ് സ്കില്ലുള്ള ആൾക്കാരാണ്. എല്ലാവരും വിജയിച്ചതായിട്ട് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചു. താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ ഇനി ഞാൻ ഒരു ആങ്കറായി മാറിക്കൊണ്ട് ഒരു കാര്യം നിങ്ങളോടൊക്കെ ചോദിച്ചോട്ടെ. ഇന്ന് ഏത് കരക്കാർ എന്ത് ഐറ്റമാണ് ഇറക്കാൻ പോകുന്നത്? അതായത് ഞങ്ങളൊരു കിഡിലൻ ഗംഭീര സ്കിറ്റാണ് ഇറക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഒന്നുമില്ല, നമ്മൾ ഈ നമ്മുടെ നാട്ടില് നമ്മളിപ്പോ ക്രിസ്മസ് ആണ്. ക്രിസ്മസിന് ഒരുപാട് പേര് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കും, ചില സ്ഥലത്ത് അടിയുണ്ടാവും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇവിടുത്തെ ക്രമസമാധാന നിയന്ത്രണം ഏറ്റെടുക്കുന്നത് നമ്മുടെ കേരളത്തിന് നമ്മുടെ അഭിമാനമായ കേരള പോലീസാണ്. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് നമ്മളെ കടന്നിലാവുന്നത്. വെറും ഒരു പോലീസ് സ്റ്റേഷൻ അല്ല, നമ്മുടെ ഉല്ലാസണ്ണൻ SI ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ, നമ്മളെ ജോബി പാല ജോബി ചേട്ടന്റെ അമ്മച്ചി വരാൻ പോകുന്ന പോലീസ് സ്റ്റേഷൻ. അങ്ങനെ മൊത്തത്തിൽ ഇനി ക്ലൈമാക്സും കൂടെ പറ. പിന്നെ ഇവരൊക്കെ വരണ ഒരു പോലീസ് സ്റ്റേഷൻ കാണണമെങ്കിൽ കാണണം. വിട്, ഇങ്ങനെ അടിച്ചങ്ങ് വിട്. മണിപ്പുര ക്ഷേത്രത്തിൽ നിന്നും താഴികക്കുടം മോഷണം പോയിട്ടുണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്കണം. നീ ഈ പള്ളിന്ന് പൊന്നും കുരിശ് മുട്ടിക്കല്ലടാ. എന്റെ സ്റ്റേഷൻ പരിധിയിൽ നീ പള്ളിന്ന് പൊന്നും കുരിശ് മുട്ടിക്കല്ലടാ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. എടുത്തിട്ട് കൈകാര്യം ചെയ്യുവനെ. ഇവിടെ നിക്കണം ഇങ്ങോട്ട്. കണ്ടമാനം സൂചിച്ചാൻ തോന്നല്ലോ. ഞാൻ സൂചിപ്പിക്കാം. അങ്ങനെ കൊടുക്ക സാറേ. അവനെ പള്ളിയിലെ പൊന്നും കുരിശാ മോഷ്ടിച്ചേ. ഒരുപാട് തോന്നിയാസം പറയരുത്. ഞങ്ങൾ പള്ളിയിൽ പുതിയ പൊന്നും കുരിശ് കൊണ്ടുവന്നു. ഈ പൊന്നും കുരിശ് കാണാൻ ഭയങ്കര തിരക്കായിരുന്നു. അത് സ്വാഭാവികം. ഞാൻ എന്നും പോകും കാണാൻ. എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഒരു ദിവസം ഞാൻ വൈകുന്നേരം വരെ അവിടെ കാത്തു നിന്നു. അപ്പൊ അച്ഛൻ പള്ളിയൊക്കെ അടച്ചിട്ട് പോയി. ഞാനൊരു കമ്പിപ്പാരെടുത്ത് പള്ളി കുത്തി തുറന്നു. എന്നിട്ട് ഈ പൊന്നും കുരിശ് നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ച്, ആരുമില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മതിയായില്ല. അപ്പൊ ഞാൻ ഈ പൊന്നും കുരിശ് എടുത്ത് എന്റെ വീട്ടിൽ അലമാരിയെ കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? എന്നെ രക്ഷിക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചത്, ഈ പൊന്നും കുരിശ് വീട്ടിൽ ഇരുന്ന പ്രശ്നമല്ലേ, പെരുന്നാൾ നടത്തണ്ടേ, അച്ഛന് ശമ്പളം കൊടുക്കണം, മിമിക്സ്, ഗാനമേള, നാടകം, മെഗാഷോ, ഇതൊക്കെ ഞാൻ അവിടെ പോകും. എന്റെ കാശുണ്ടോ? അതുകൊണ്ട് ഞാൻ അടുത്ത മംഗലാപുരത്തെ സേട്ടിന് കൊണ്ട് വിറ്റ്. മുഖത്തു നിന്നും വെളത്തിൽ പറയുന്നു. ഇടിക്കുന്നില്ലേ? ഈ പ്രതിക്ക് അവന് പച്ചവെള്ളം കൊടുക്കരുത്. അവന് നാളെ കോടതിയിൽ ഹാജരാക്കിയിട്ട് ഉള്ള എല്ലാത്തിനും ക്രിസ്മസ് രാത്രി അലമ്പുണ്ടാക്കി എല്ലാവരും ഞാൻ വെച്ചിട്ടുണ്ട്. നമസ്കാരം. ഇതല്ലേ പോലീസ് സ്റ്റേഷൻ? അല്ല, ഇത് മുറുക്കാൻ കടയാണ്. അയ്യോ, മുറുക്കാൻകടയാടി. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, മുറുക്കാൻകടയാ, മാറിപ്പോയി. അവിടെ ഇത് നിങ്ങൾ മുറുക്കാൻ മേടിക്കാൻ വന്ന ആൾക്കാരാണോ? ഇത് ഏതാണ് ഈ തിക്കട് വെട്ടി നിൽക്കുന്ന സ്ത്രീ? തിക്കട് വെട്ടി നിൽക്കുന്നു? ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കാര്യം പറയുന്നോണ്ട് ഞാൻ ചോദിച്ചാണ്. എന്റെ പേര് കുട്ടിയമ്മ. എന്റെ വീട്ടുപേര് ചാലിക്കോട്ടെ. അതിന് എന്റെ ഭർത്താവിന്റെ പേര് കുട്ടിച്ചനോ? ഇതെന്റെ വീടാണ്.
10 വർഷം മുമ്പ് എന്റെ കെട്ടിയോൻ ഇത് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷന് വേണ്ടി വാടകയ്ക്ക് തന്നു. എന്റെ കെട്ടിയോൻ മരിച്ചിട്ട് ഇപ്പോ 10 വർഷമായി. ഇതുവരെ നിങ്ങൾ ഇതിന്റെ വാടക തന്നിട്ടില്ല, ഇവിടുന്ന് ഇറങ്ങി പോകുന്നുമില്ല. അതൊക്കെ എന്നോട് സംസാരിച്ചിട്ട് എന്താണ് കുട്ടിയമ്മേ കാര്യം? ഇതൊക്കെ സർക്കാരിനോട് പോയി പറയേണ്ട കേസല്ലേ? കോടതിയോടാണ് പറഞ്ഞത്. കോടതിയോട് ഞാൻ പറഞ്ഞു, കോടതി തീരുമാനം ഉണ്ടാക്കി ഉടനടി നിങ്ങൾ ഇവിടുന്ന് തുറക്കാൻ പറ്റും. നീ തുറന്നേ. കള്ളപ്പൂട്ടിട്ട് ആരെ പൂട്ടിയായി? പിന്നെ എന്നെ ഇറക്കി വിടുന്നതിന് ഞാൻ നിങ്ങളെ തുറക്കാൻ സഹായിക്കാം. കോടതിയുടെ ഉത്തരവ് കിട്ടിയ പേപ്പറാണിത്. ഏത്? ഇത് ഉടനടി ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണത്തിനിടയ്ക്ക് കൃത്യനിർവഹണത്തിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് വേറെ നിലപ്പുണ്ടാക്കിയ ഞാൻ തൂക്കിയെടുത്ത് ഞാൻ അകത്തോട്ട് ഞാൻ പറഞ്ഞേക്കാം. മനസ്സിലായോ? അമ്മയോട് നീ കളിക്കാറായോ? പോലീസാണ് വീടാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇടുക്കി കിടന്ന് നല്ല ഒന്നാം തരം പണിയെടുത്തുണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണിത്. സാറേ തീരുമാനം കോടതിയുടെയാ. പറ എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട് ചെല്ലി. അമ്മച്ചി ഞാൻ അയ്യോ കുഞ്ഞുമോൻ, നീ എങ്ങനെ ഇതിനകത്ത് വന്നേ? ധാരാ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. സാറേ, ഇതെന്റെ മരുമോനാകാൻ പോകുന്ന ചെറുക്കനായത്. ഇതെന്റെ മോള്. ഇവളെ ഇവൻ കെട്ടാൻ പോകുന്നു. അതെ, കോടതിന്നാ പറഞ്ഞേക്കുന്നേ. നമ്മൾക്ക് ഇറങ്ങി കൊടുക്കേണ്ടി വരും. സാറ് എന്തെങ്കിലും പറഞ്ഞൊന്ന് സോപ്പിട്. കുട്ടിയമ്മേ, ഒരു മിനിറ്റ് ഒന്ന് വരാമോ? എന്താ പണി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. ഈ മാർച്ചിൽ എന്റെ മൂത്ത മോളുടെ 10ാം ക്ലാസ്സിന്റെ പരീക്ഷ നടക്കാൻ പോവുകയാണ്. എന്താ പരീക്ഷ ഞാൻ എഴുതണം? അയ്യോ, കുട്ടിയമ്മ എഴുതണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പരീക്ഷ നടക്കുന്നതിന് മുമ്പ് എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ എന്നെ വേറെ ഏതെങ്കിലും സ്റ്റേഷനിലോട്ട് ട്രാൻസ്ഫർ ആക്കും. അപ്പൊ അതുകൊണ്ട് ഈ മാർച്ച് പരീക്ഷ കഴിയുന്നിടം വരെ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് അനുവദിക്കണം. അത് കഴിഞ്ഞ് പുതിയ സ്റ്റേഷന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് മാറിക്കോളാം. കൊച്ചോളെ, സാറ് പറയുന്നതിന്റെ അകത്തൊരു കാര്യമുണ്ട്. നമുക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കാം. പാവല്ലേ? പാവം. അതെ. എവളെ കെട്ട ഈ വീട് ആരതാ? നിന്റെ അല്ലേ? എന്റെ അല്ലേ? അപ്പൊ ഈ വീട്ടിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം എനിക്കില്ലേ? അത് ശരിയാ സാറേ, ഇവനാണ് ഇനി കുടുംബനാഥ്. അപ്പൊ അവൻ അങ്ങ് തീരുമാനം എടുത്തു. അയ്യോ, അങ്ങനെ പറയല്ലേ, തീർത്ത് പറയല്ലേ. ഈ വീടിന്റെ ഗൃഹനാഥനായ ഞാൻ തീരുമാനം എടുക്കുന്നു. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അങ്ങ് പോകാൻ അങ്ങനെ പറ്റില്ലല്ലോ. ഞാൻ യൂണിഫോം ഇട്ട ഒരു പോലീസുകാരനാണ്, നീ മനസ്സിലായോ? ചവിട്ടി ഇറക്കും. ഞാൻ നിയമം കയ്യിലെടുക്കുന്നു. നിയമം കയ്യിലെടുക്കും. എന്നാ എനിക്കൊരാളോട് ചോദിക്കാം. അത് ഞാൻ ചോദിച്ചോളാം. അത് കൊള്ളാലോ, നമുക്ക് അങ്ങനെ അങ്ങ് വിടാൻ പറ്റൂ ഇത്. ഹലോ, SP ഓഫീസ് അല്ലേ? സാറേ, നമ്മുടെ കരിങ്കുന്നം പോലീസ് സ്റ്റേഷനില്ലേ, അവിടെ ചെറിയ വിഷയമുണ്ട്. അതൊരു വാടക കെട്ടത്തിൽ നിൽക്കുന്ന കേസായിരുന്നല്ലോ. അപ്പൊ അതില് കോർട്ട് ഓർഡറും എടുത്തോണ്ട് വന്നിരിക്കുകയാണ് ആ പെണ്ണുപിള്ള. ഇറങ്ങി കൊടുക്കണമെന്ന്. ഇപ്പൊ എന്താണ് സർക്കാരിന്റെ ഒരു തീരുമാനം ഡിപ്പാർട്ട്മെന്റ് വിളിച്ചത് ഉണ്ടായി. അത് വലിയ വിഷയമാകും. അവരിവിടെ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ സാർ പെട്ടെന്ന് വരണം. ഞാൻ SP വിളിച്ച കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അല്ല സാർ നടക്കുന്നേ? ഞാനെന്താ ഇങ്ങനെ നടക്കുന്നത്? എങ്ങനെ ഇനി കുഞ്ഞോളെ, ഇത് ഞാൻ നമ്മുടെ അച്ചായനും കൂടെ കിടന്ന ബെഡ്റൂമാ. ഇതന്നെ ഇവരൊക്കെ ഇതിന്റെ അകത്ത് കിടക്കുന്നേ. അതെ, ക്രിസ്മസിന്റെ അന്ന് രാത്രി കള്ളം കുടിച്ചു റോഡിൽ കിടന്ന് അലമ്പുണ്ടാക്കിയാന് ഇത് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ളതാണ്. ക്രിസ്മസിന് കണ്ട കള്ളം കുടിച്ച് വഴി കിടക്കുന്നവന്മാരൊക്കെ എന്റെ ബെഡ്റൂമിൽ കയറ്റി കിടത്തിക്കണോ? വെളിയിൽ നിങ്ങൾ എന്താ കാണിക്കുന്നത്? എന്ത് കഷ്ടമാന്ന് പറഞ്ഞു. എടോ, എന്ത് പണിയാണോ കാണിക്കുന്നേ? ഇതൊരു പോലീസ് സ്റ്റേഷനല്ലേ? ഞങ്ങളൊന്ന് സഹായിക്കും. ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. എന്റെ സാറേ, അങ്ങോട്ട് പോടാം. ഞാൻ കൂടെ കേട്ടാ സാറേ. ഏതായാലും മരത്തിൽ കൊണ്ട് കെട്ടിടും. ഒറ്റ ഒരുത്തൻ രക്ഷപ്പെട്ടു പോരുന്നു. കുഞ്ഞോളെ, ഇങ്ങോട്ട് വാ. സമയം എത്രയും നോക്കിയേ, സന്ധ്യാപ്രാർത്ഥന നടത്തണ്ടേ? വാ ഇങ്ങോട്ട്. ഇവിടെ ഇരി. മുട്ടമേ നിക്കടി. കുരിശ് വരയ്ക്കുന്ന മുട്ടമേ നിക്കാൻ പറഞ്ഞു കേട്ടില്ലേ? അതിനു മുമ്പൊക്കെ താമസമായോ അവിടെ? ഇത് വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ള കാര്യം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, നേരത്തെ ഞാൻ സാറിനോട് ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കേക്കാമോ? തല നിറ പേനുമായിട്ട് വന്നേക്കോ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട്
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അല്ല സാറേ അത് ഇവിടെ പറഞ്ഞാണ് സാറേ സാറേ പെട്ടെന്നൊന്നും വാ സാറേ സംഭവം പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ നീ ഒറ്റ ഒരുത്തരാണ് ഈ പ്രശ്നത്തിലെല്ലാം ഇത് പോക്കറ്റ് ഓ ഞാനിപ്പോ എന്തിനാ വെക്കുന്നത് സാറ് ഇവിടെ ആകെപ്പാട് അലമ്പായിക്കൊണ്ടിരിക്കുകയാണ്. സാറ് വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഞാൻ ഇട്ടേച്ചാന്റെ പാട്ടിന് പോകും. പിന്നല്ലാതെ തോക്കാണ്. അപ്പൊ ഇത് കുഞ്ഞു കളിക്കാനുള്ള സാധനമല്ല. തോക്ക് മാറ്റ്. അയ്യേ തോക്ക് മാറ്റിക്ക്. തോക്ക് മാറ്റേ കളിക്കരുത്. കിളിപോയ പെങ്കുത്താന്നറിയാം. ഭ്രാന്ത് കാണിക്കരുത്. മോളെ മാറ്റി മോളെ. എന്താ അടുത്തോട്ട് വന്നാ ഞാൻ പൊട്ടിക്കോ. മോളെ മാറ്റി മോളെ. അടുത്തോട്ട് വന്നാ പൊട്ടിക്കോന്നല്ലോടി പറഞ്ഞത്. പിന്നെ അടുത്തോട്ട് ഒന്ന് കയറണോ എന്നെ പൊട്ടിക്കാനായിട്ട്? പണ്ട് നീ കാക്ക വെടി വെച്ച് ഓർമ്മയുണ്ടോടി? നിനക്ക് ഭയങ്കര ഉന്നാ. ആ തോക്കിന്റെ അടുത്തിരിക്കുന്ന കാഞ്ചി ഇല്ലേ, അതീ പിടിച്ച് വലിക്കല്ലേ. ഇട്ട് കൊടുക്കടാ, ഇട്ട് കൊടുക്ക്. അമ്മച്ചിയാ പറയുന്നത്, വേണ്ടത്ത പണിക്ക് നിൽക്കരുത്. വലിക്കാൻ പറ്റണില്ല. കുഞ്ഞോളെ തോക്ക് മാറ്റടി. കുഞ്ഞോളെ പൊട്ടിക്കോ. അടുത്ത് പോവല്ലേ, അടുത്ത് പോവല്ലേ. കിങ്ങിണി ലോലിപോപ്പ്. അപ്പൊ എന്റെ ജീവൻ ഒരു ലോലിപോപ്പിന്റെ വിലയുള്ളൂ. സ്വർഗം കണ്ട് ഞാൻ കൊറേ നേരം കൊണ്ട്. കുഞ്ഞോനെ ഇങ്ങ് വന്നേടാ. എന്താ കാണിക്കാൻ പോന്നു ഇവിടെ? ഞങ്ങളെ വീടാ, ഞങ്ങൾ വലതും കാണിക്കും. നിങ്ങളുടെ വീടോ? നീ ഇപ്പൊ കള്ളുകൂടിയൊക്കെ ഉണ്ടോ? ചെറുതായിട്ടൊക്കെ ഉണ്ട്. അതെയോ? ഇത് നോക്കിക്കേ. ഇത് ഞാൻ ഇടുക്കിയിൽ നല്ല നെല്ലിക്ക ഇട്ട് വാറ്റി ഉണ്ടാക്കിയ ചാരായമാണ്. പെണ്ണെ നോക്കി നിൽക്കാൻ 2 ഗ്ലാസ് എടുത്തോണ്ട് വാ. പിന്നല്ലാതെ 2 ഗ്ലാസ് എടുത്തോണ്ട് വരാൻ എന്നോട്. അവരുടെ വീടാ, എടുത്തുകൊട്. പൊട്ടിക്കേ. നീ അവിടെ കയറി ഇരിക്കടാ. നീ എന്തിനാ 2 ഗ്ലാസ് അല്ല 3 ഗ്ലാസ് എടുത്തോ. എന്തിനാ സാറേ? ഞാനും കുടിക്കും. ഞാൻ അങ്ങനെ ആട്ടുന്നില്ല. നീ ഒന്ന് മണത്ത് നോക്കി. എന്തൊരു മണം. നെടുമ്പ സാധനം. പിന്നെ എടാ ഇത് വെള്ളം ഒഴിക്കാതെ വേണം കുടിക്കാൻ. ഇത് നല്ല ആരോഗ്യം ഉണ്ടാകുന്ന സാധനം. നമ്മളിതൊന്നും കൂറ്റാത്ത പോലെ അത്ര വലിയ ഗുണമൊന്നും ഞാൻ കാണുന്നില്ല. എന്റെ സാറേ, ഇങ്ങോട്ട് SP സാറ് വരുന്നു. ആ തൊപ്പിയൊക്കെ ഒന്ന് എടുത്ത് വെക്ക്. ദൈവമേ, എന്റെ തൊപ്പി എവിടെ പോയി? എന്റെ തൊപ്പി എവിടെ എടുത്തിട്ടുണ്ടോ? എന്റെ തൊപ്പി എടുത്ത് താഴ്ന്ന എന്റെ തൊപ്പി എവിടെ? എന്റെ തൊപ്പി എവിടെ? ഇവിടെ എന്ത്? താങ്ക് യു. എന്റെ തൊപ്പി എവിടെ? ഞാൻ തൊപ്പി ഇത് എവിടെയാണ് കൊണ്ടുവച്ചത്? ഇതന്നെ പിന്നെ കൊണ്ടുതരുന്നേ. തണുത്തു പോയി കേട്ടോ. തണുത്ത മൂത്തില്ല. മൂക്കാത്തതൊക്കെ എവിടുന്നാ കിട്ടുന്നത് ഇതൊക്കെ? ഇതന്നെ കൈ ഇരിക്കുന്ന ആ SP സാർ വന്ന് ഫോൺ വിളിച്ചപ്പോഴേ എന്തോ പറഞ്ഞത്? പിന്നെ എന്റെ സാറേ, SP സാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് നമ്മളോടെ. ഇപ്പൊ തന്നെ പുതിയ സ്റ്റേഷനിലേക്ക് മാറിക്കോളാൻ. പണിയൊക്കെ തീർന്നെന്ന്. പുതിയ സ്റ്റേഷന്റെ പണി തീർന്നു. അമ്മറ്റേ കുട്ടിയപ്പോ നീ വന്നാട്ടെ. ഒരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ പുതിയ സ്റ്റേഷന്റെ പണിയൊക്കെ കഴിഞ്ഞ്. സന്തോഷം. ഞങ്ങള് മിക്കവാറും ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് ഞങ്ങൾ അങ്ങോട്ടങ്ങ് വളരെ വളരെ സന്തോഷം. മാറിയില്ലെങ്കിലേ ഞങ്ങൾ ചവിട്ടി ഇറക്കും. ഞങ്ങൾ മാറിക്കണം. ഞങ്ങൾ പെണ്ണുങ്ങളെ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കും, മിണ്ടാൻ പോകും. അതാണ് ഞങ്ങളുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോണ്ട് സംഭവിച്ചതാണ്. അപ്പോ ഇന്ന് തന്നെ ഞങ്ങൾ മാറിയാക്കാവേ. സന്തോഷമായി. അപ്പൊ ഇവനെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ഇവൻ ഇത്രയും നേരം ഇവന്റെ വീടാണെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് കുന്തളിച്ച്. അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇനി ഇവൻ ഇവിടെ കിടക്കേണ്ടവനല്ല. പിന്നെ എവിടെ കിടക്കും? ഇവനങ്ങ് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടവനാണ്. സെൻട്രൽ ജയിലിലോ? പൊന്നും കുരിശ് എവിടെടാ? എന്റെ പൊന്നും കുരിശ് മുത്തപ്പോ. ബാബാന്ന് വിളിക്കാൻ ഞാൻ തോന്നുന്നു കോഴിയാ. നിങ്ങളെ സ്വഭാവമല്ല ചോദിച്ചത്. അണ്ണാ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാ മതിയെന്ന്. എന്തോന്ന് നിന്നാ മതിയെന്ന്? ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു 2 ദിവസം നീ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഈ കഥാപാത്രത്തെ വിശദമായി പഠിച്ചൊരു കലക്ക് 2 ദിവസം തന്നിരുന്നെങ്കിൽ പറഞ്ഞു തുലയ്ക്കുമെന്ന് എനിക്കറിയാമോ. ഒരു കാര്യം ഞാൻ പറയാം, ഓവർ ആക്ടിങ് ഒന്നും വേണ്ട. ക്രിസ്മസ് ആയിട്ട് അവക്ക് 25,000 രൂപയുടെ ചിട്ടി അടിച്ചിരിക്കുകയാണ്. 1000 രൂപ ചോദിച്ചിട്ട് അവൾ എനിക്ക് തരണില്ല. നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും അഭിനയിച്ചു എനിക്കൊരു 10,000 രൂപ ആയിട്ട് തരണം.
ഓവറാക്ട് ചെയ്യണേ എപ്പോഴെന്ന് അറിയാമോ? നീ ലൈവ് കാണിച്ച് ഇവിടെ മെഴുകി നിൽക്കുമ്പോഴാണ് ഞാൻ ഓവറാക്ട് ചെയ്ത് ഇത് രക്ഷപ്പെടുത്താൻ നോക്കണത്. അണ്ണാ നിങ്ങൾ എന്റെ കൂടെ ഇത്തിരി നിന്ന് തരണം. എന്നാലും ഇത് ബാബു ആന്റണി ആയിട്ടൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ബാബു ആന്റണിയാ? അണ്ണാ സാന്റാക്ലോസ്. ശരി ഓക്കെ, അപ്പൊ ഞാനൊരു ഐഡിയ പറയും. നിങ്ങൾ മാറി നിൽക്കുന്നു, അവള് വരുമ്പോൾ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടാണൊക്കെ വരണം. ദൈവികത കുറച്ച് കൂടുതലാണ് അവക്ക്. അത് പ്രഭാ വലയം കാണും പറക. പിന്നല്ലേ അഭിനയിച്ച് കയറ്റിക്കൊള്ളണം. എങ്ങനെയെങ്കിലും 10,000 രൂപ മേടിച്ച് എനിക്ക് തരണം. നീ ധൈര്യമായിട്ടിരി, ഞാൻ ഏറ്റ്. അവിടെ കിണറ്റിന്റെ ബാക്കിൽ ഒളിച്ചിരുന്നു. ഞാൻ വിളിക്കാം. ഇരുന്നോ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, നന്മ നിറഞ്ഞവനെ. രാവിലെ ഒരു കാലിത്തൊഴുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞതാ, ഇത്രയും നേരമായിട്ട് അത് കഴിഞ്ഞില്ലേ? എന്റെ പൊന്നു സുഹൃത്തെ, രാവിലെ മുതൽ ഒരു കാലിത്തൊഴുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഉണ്ണിയേശും ആടും ആട്ടിരമാരൊക്കെ എവിടെ? നീ എന്റെ അടുത്ത് എന്തിനാണ് പറഞ്ഞത് കാലിത്തൊഴുത്ത് ഉണ്ടാക്കാൻ? അപ്പൊ ഞാൻ കാലിയായ ഒരു തൊഴുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ആവശ്യമുള്ള ഐറ്റങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് നിറയ്ക്കാം. ഒരു സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ മനുഷ്യ? എന്ത് നിങ്ങളെ കൂടി എനിക്ക് ഒരു ഉപയോഗവും ഇല്ല. സ്കൂളിൽ പോയ 4 പിള്ളേർ നമ്മളെ വന്ന അതിനൊരു കുറവുമില്ല. നീ അങ്ങനെ സംസാരിക്കരുത് എന്റെ കൂടെ. എടി, ഞാൻ നിന്റെ പെണ്ണ് കാണാൻ വന്നപ്പോ നീ എന്റെ അടുത്ത് എന്തോന്ന് പറഞ്ഞത്? എന്തോന്ന് പറഞ്ഞു? എന്നെ എല്ലാ ദിവസവും ജോലിക്ക് വിടണം, എന്നെ വീട്ടിൽ അടച്ചിട്ട് വളർത്താൻ പറ്റത്തില്ല എന്ന്. അന്ന് മുതൽ ഇന്ന് വരെ നിന്നെ ഞാൻ ജോലിക്ക് വിടുന്നില്ലേ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ ജോലിക്ക് നിങ്ങൾ പോണ്ടാന്ന്? പറഞ്ഞില്ലല്ലോ. പിന്നെ മര്യാദക്ക് ജോലിക്ക് ഇറങ്ങി പോ മനുഷ്യ. ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ഞാൻ മടുത്ത്. എനിക്ക് വയ്യ ഇങ്ങനെ കിടന്ന് നരയിക്കാൻ. എന്റെ ഈ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ ഇവിടെ ആരും ഇല്ലേ ദൈവമേ? ഞാൻ ഇത്രയും വിഷമിച്ച ഓരോ കാര്യങ്ങൾ പറയണ അങ്ങനെ അവിടെ നിന്ന് ചിരിക്കുന്നു. ഞാൻ ചിരിച്ചില്ല. ചിരി കേട്ടില്ലേ? അപ്പൊ ഇവിടെ ആരാ ചിരിച്ചേ? ഞാൻ കേട്ടില്ല. കള്ളം പറയല്ലേ ചേട്ടാ? എടി, എനിക്ക് ചിരി കേട്ടോളൂ. നിനക്ക് എന്തൊരു പറ്റിയത്? ചേട്ടാ, ഇവിടെ ആരോ ചിരിക്കുന്നുണ്ട്. കേട്ടില്ലേ? എന്റെ പൊന്നെ, ഞാൻ ഇവിടെ ഒരു ചിരി ഒന്നും കേൾക്കില്ല. നിനക്ക് വെറുതെ തോന്നിയതായിരിക്കുമെന്ന്. പിന്നെ എന്നാലും എനിക്ക് കേൾക്കുന്നുണ്ട് ചേട്ടാ. ഇല്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അമ്മേ, ആരാ നിങ്ങൾ? ആരാ? എന്ത് ചേട്ടാ കാണുന്നില്ല? ഇവിടെ ഒരാള് നിപ്പുണ്ട് ചേട്ടാ. നിനക്ക് എന്തൊരു പറ്റിയത്? ഇവിടെ ഒന്നും ആരും ഇല്ല. ഉണ്ടല്ല, ഞാൻ മൊത്തം നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കുമെന്ന്. ചേട്ടാ, ഇവിടെ ഒരാള് നിപ്പുണ്ട്. എന്റെ പൊന്നെ, നീ ഒരു കാര്യം ചെയ്യ്. നീ ശബ്ദമൊക്കെ കേൾക്കണം എന്നാണ് പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും ആണോ? അങ്ങോട്ടൊക്കെ പോയി നോക്കിയാണ്. പൾസല്ല, കുഞ്ഞാട്. അവിടെയൊന്നും ഇല്ലല്ലേ? ഇല്ല ചേട്ടാ. പിന്നെ ഇത് എന്തരടി നീ ചുമ്മാ ആവശ്യമില്ലാതെ? ഇവിടെ നിക്കുന്നുണ്ട്, എനിക്ക് കാണുന്നുണ്ട് ചേട്ടാ. ഇവിടെ ഒരാള് നിപ്പുണ്ടെന്ന്. നിക്കണ ചേട്ടാ കളിക്കല്ലേ ചേട്ടാ? കാണുന്നില്ല നിങ്ങക്ക്? എനിക്ക് കണ്ടൂടാ. അങ്ങനെ ഒരാൾ നിക്കണേ. നീ ആരെന്ന് ചോദിച്ചു? നിങ്ങൾ ആരാ? ഞാൻ എല്ലാ മാസവും 25-ാം തീയതി ഭക്ഷണ പൊതിയുമായി വരുന്ന അങ്ങേരി. ഡിസംബർ മാസം ഡിസംബർ 25-ാം തീയതി സമ്മാനങ്ങളുമായിട്ട് വരുന്ന അങ്ങേരാണ് ഞാൻ. ആ ആള് എന്തെന്ന് പറയണ്? നിങ്ങൾ ആരാ മനുഷ്യ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നിനക്ക് വേറെ വല്ലതും സംഭവിച്ചാ? എന്ത് സംഭവിക്കാ ചേട്ടാ? ആളവിടെ വന്നിരിക്കണേ. ആരുമില്ല. നീ ആരെന്ന് ചോദിച്ചു? നിങ്ങൾ ആരാ? ഞാൻ മിയാ ഖലീഫ. സാന്റാ ക്രൂസ്. ഡോർ ക്ലോസ്. നീ ഒറ്റയ്ക്കിരുന്നത് എന്തോന്ന് കാണിക്കുന്നത്? എന്റെ ദൈവമേ ചേട്ടാ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണതല്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയാ? അല്ലെന്ന്. ഇവിടെ മിയാ ഖലീഫ എന്ന് പറഞ്ഞിട്ട് ഒരാള് നിപ്പുണ്ട്. എനിക്ക് കണ്ടെത്തൂടെ. നീ ചുമ്മാ ആവശ്യമില്ലാതെ പറയല്ലേ. ഒരു കാര്യം ചെയ്, എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് എന്നെ നോക്കൂ. മരക്കിഴങ്ങെ, നിന്റെ ഒറ്റയ്ക്ക് ഇന്ന് സ്പർശിക്കാനല്ല പറഞ്ഞത്. അയാളോട് നിന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ പറയൂ, എന്നിട്ട് എന്നെ നോക്കാൻ പറയൂ. അത് കുറച്ച് റിസ്ക് എലമെന്റ് ആണ്. ഞാൻ കണ്ണടച്ചോളാം. ചേട്ടാ, എന്റെ കയ്യിലൊന്ന് തൊട്ടേ. എന്തിന്? തൊട്. അതിനല്ല, പിന്നെ തൊട്ടിട്ട് അങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? അങ്ങോട്ട് നോക്ക്. കണ്ടിപ്പോ കാണാനില്ല. ഒരു താടി വെച്ച മനുഷ്യനെ കണ്ട് ഇപ്പൊ കാണാനില്ല. ആണോ? എന്നെ ഒന്ന് പിടിച്ചേ. തൊട്ട്. അയ്യോ, നിക്കണ്. കാണുന്നില്ലേ? കാണുന്നു. ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? വിശ്വാസമായി. പറ. മറ്റേ സാന്റാ ക്ലോസ്. അതാണ് ഞാൻ. സാന്റാ ക്ലോസോ? എന്റെ ദൈവമേ, എന്റെ വീട്ടില് സാന്റാ ക്ലോസോ? ചേട്ടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കൊന്നും നിന്റെ ഭക്തിയിൽ മൂത്ത് വന്നതായിരിക്കും സാന്റാ ക്ലോസ്. ഞാൻ ഫിൻലാൻഡിൽ അങ്ങനെ ഇരുന്നപ്പം ഈ കുട്ടിയുടെ പ്രാർത്ഥന ഞാൻ കേട്ടു. ഞാൻ അപ്പൊ തന്നെ എന്റെ വെളുത്ത കുതിര എടുത്തോണ്ട് ആകാശത്തുള്ള പടക്കം എന്ന് പറഞ്ഞു വന്നപ്പോ കുറെ പിള്ളേർ താഴെ നിന്ന് എന്നെ നോക്കി പാപ്പാ എന്ന് വിളിക്കുന്നു. അപ്പൊ ശാരദയിലെ മക്കൾ. അതല്ല, ഒരു നേരം ബിവറേജിൽ പോയൊരു ക്വാർട്ടർ പോലെ ഒരു കേക്ക് പോലും കഴിക്കാൻ പറ്റാത്ത പാവങ്ങൾ എന്നെ നോക്കി പൈസ തരൂ, കേക്ക് തരൂ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് ഒരു 12,500 രൂപ. 2,500 കൂടുതൽ.
അല്ല 10,000 രൂപ മതിയല്ലോ കേക്കൊക്കെ മേടിക്കാൻ. ഒരു 2,000 രൂപ കൂടുതലാണ്. നീ വാ. മുഴുവനും കൂടുതൽ തന്നെ ചേട്ടാ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു 500 രൂപ പോലും ഞാൻ കൊടുക്കൂല. എടി ഫിൻലാൻഡിലെ പിള്ളേര് പട്ടിണി കിടക്കണെന്ന്. ഫിൻലാൻഡിലെ പിള്ളേര് പട്ടിണി കിടക്കണേ നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഈ വീട്ടില് ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എടി ഫിൻലാൻഡിൽ കിടക്കണത് നമ്മളെ മക്കളല്ലേ? എടി ഫിൻലാൻഡിൽ കിടക്കണ നമ്മളെ മക്കളോ? നമ്മളെ മക്കളെന്ന് വെച്ചാൽ നമ്മളെ പോലത്തെ മക്കൾ, നമ്മളെ മക്കളെ പോലത്തെ മക്കളല്ലേ? നടക്കൂല ചേട്ടാ. ചേട്ടാ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരിയെന്ന് ഞാൻ പൈസ കൊടുക്കൂല. ഞാൻ ഒരു കാര്യം പറയട്ടാ, നീ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ചീട്ട് നിനക്ക് അടിച്ചാ? അടിച്ചു. ആരടിപ്പിച്ചത്? ദൈവം തന്നത്. സാന്റാക്ലോസ്. സാന്റാക്ലോസ്. ഒന്ന് പോ മനുഷ്യ. എടി നീ വിശ്വസിക്കണോന്ന്. പിന്നെ ഞാൻ ഈ ഫിൻലാൻഡിലെ രേഷ്മ പുരുഷ സ്വയം സഹായ സംഘത്തിലെ മെമ്പറാ. അല്ല, ഞാൻ അവിടുത്തെ സാന്റാക്ലോസുമാരുടെ ഈ ക്ലബിലെ മെമ്പറാ. മെമ്പറോ? എന്നിട്ടും വിശ്വാസം പറഞ്ഞില്ലേ? കൈവിട്ടെ, എനിക്ക് വിശ്വാസം ഇല്ല. വിശ്വാസം വരുന്നില്ല? ഇല്ല. ദാ ഇങ്ങ് വരൂ. എനിക്കാണോ? അതെ, എടുത്തോളൂ. സാന്റ തന്നാണോ? എന്റെ സമ്മാനമാണ്. സത്യമായിട്ടും വായുന്നെടുത്തത്. വിശ്വാസമായില്ലേ? ഇപ്പൊ എനിക്ക് വിശ്വാസമായി. പൈസ കൊടുക്കണ്ടേ? കൊടുക്കണം. കൊടുക്കണം. കൊടുക്കണോ? ഫിൻലാൻഡിലെ പിള്ളേര് അല്ലേ അതെ, അതെ. പട്ടിണി കിടക്കണ്. 12,500 അല്ല 12,500. എന്നാ പിന്നെ കൊടുക്കല്ലേ? കൊടുക്കാം. എന്തായാലും സാറിന്റെ വീട്ടിലേക്ക് വന്നേല്ലേ, ഞാൻ നല്ല അപ്പവും മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ടേ പോകാവേ. ഞാൻ അകത്തെ ഫുഡ് എടുത്ത് വെക്കാം. ശരി. ആടാ പുല്ല മിയാ ഖലീഫ. നീ വായിക്കൊള്ളണം, പേര് വേണം പറഞ്ഞുതരാം അങ്ങോട്ട്. ഇവിടെ സാന്റാക്ലോസ് എന്ന് പറയാൻ നിനക്ക് ഇതുവരെ പഠിച്ചില്ലേ നീ? അതൊന്നും എന്റെ വായിക്കൊള്ളു. ഞാൻ പറഞ്ഞില്ല ബാബോന്റെ. ഒരു കാര്യം ചെയ്യ്, സംഭവം ഏറ്റിട്ടുണ്ട്. 12,500 രൂപ റെഡി. നീ റെഡി ആയിട്ടില്ല. ഞാൻ അകത്ത് പോയി അവളെ എവിടെയൊക്കെ പൈസ വെച്ചേക്കണ അതെല്ലാം അവളെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഇപ്പൊ വരും. ഞാനും വരാം. ഓക്കെ. അയ്യോ ചേട്ടാ, ചേട്ടാ ഇവിടെ സാന്റ. എവിടെ ചേട്ടാ നിക്കുന്നേട്ടാ. നിനക്കിത് എന്തിന്റെ കുഴപ്പം? ഇവിടെ എവിടെ സാന്റാക്ലോസ് ഇരിക്കുന്നത്? എവിടെ? മനുഷ്യന്റെ കയ്യിലൊന്ന് പിടിച്ചേ. ഇന്ന് നോക്ക്. കണ്ട്. ഇല്ലേ? അപ്പൊ അകത്തുള്ളതോ? ഇത് സംഭവം എന്താണെന്നറിയോ? ക്രിസ്മസ് അല്ലേ, സാന്റകളെല്ലാം ഒരുമിച്ച് ഇറങ്ങിയതാണ്. നീ അകത്ത് പോയി നോക്കും തരുന്നു. നോക്കിട്ടോ. അലമ്പനെ വച്ച് കയറ്റത്തിന്. ആണാ നീ? അണ്ണാ, ഞാൻ ശിവു. ഞാൻ കറക്റ്റ് സമയത്തല്ലേ വന്നത്. ഇവിടെ പുല്ല രാവിലെ ഞാൻ നിന്റെ കൂടെ അന്ന് ചോദിച്ചാ നിനക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ നീ എന്നിട്ട് പറഞ്ഞ പെണ്ണുങ്ങളെ പറ്റിക്കാൻ നിനക്ക് മനസ്സില്ലെന്ന്. അത് ഈ കാര്യമുണ്ടല്ലോ, ഞാൻ ഇന്ന് രാവിലെ എന്റെ പെണ്ണുമ്പിള്ളയുടെ വാട്സപ്പ് ചാറ്റ് നോക്കിയപ്പോണ്ടല്ലോ, എന്റെ അണ്ണ അവളെല്ലാം കുറെ നാളായിട്ട് തേച്ചോണ്ടിരിക്കുന്നു. ഇനി അവളെ വെറുതെ വെച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് എനിക്ക് പെണ്ണുങ്ങളടുത്ത് മൊത്തം വാശിയായി. അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ തേക്കും പറ്റിക്കും, ഉറപ്പാ. ഒരു കാര്യം ഞാൻ പറയാലോ, നീ വരാത്തോണ്ട് വേറെ സെറ്റപ്പ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് പറ്റൂല. എടാ നീ പോടാ. എന്റെ അമ്മേനെ വാറ കൊടുക്കണം. എടാ നീ പോടാ. അതല്ലെന്ന് അവളെ വിളിക്കാൻ പറ്റിക്കിട്ടില്ല. ഇല്ല പോ. അവളെ വിളിക്കാൻ നീ പറ്റിക്കില്ല. ഇറങ്ങി പോയാ മനുഷ്യനെ കൊല്ലാന്ന്. എന്തോന്നൊരു ശബ്ദം കേട്ടത്? അതിനെ ഞാനും നോക്കണം എന്തൊരു ശബ്ദം കേട്ടത്. അതുകൊണ്ട് പൈസ എന്തിനായി? ഓക്കെയാണ്, എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കൊണ്ടുവരും. അപ്പൊ മറക്കല്ലേ 2,500 എനിക്ക് തരണം. കാര്യം എന്തായാലും മിണ്ടായി. ചേട്ടാ 12,500 തികച്ചുണ്ട്. ഞാൻ സാന്ദ്ര തോമസ്. ചേട്ടാ സാന്റ എവിടെ? സാന്റ എവിടെ ഏട്ടാ? നിന്റെ വലതുവശത്തൊക്കെ നോക്കടി. പെണ്ണെന്തിരി ഇവിടെ നോക്കാം, ഇങ്ങോട്ടൊക്കെ ഞാനാണ്. കാണാൻ പറ്റുന്നില്ല. നീ സൂക്ഷിച്ചു നോക്കി നോക്ക്, എവിടെയെങ്കിലും ഉണ്ടാന്ന്. എവിടെയെങ്കിലും ഒക്കെ നോക്ക്. കാണാൻ പറ്റില്ല. കിണറ്റിന്റെ സൈഡിലോട്ട് നോക്കടി. അയ്യോ ചേട്ടാ, ഞാൻ ഇനി പൈസ ആദ്യമേ കൊടുക്കൂലെന്ന് പറഞ്ഞതുകൊണ്ട് സാന്റ പിണങ്ങി പോയോ? അയ്യോ എന്റെ ദൈവമേ, ഇനി ഞാൻ ശരിക്കും അപ്രത്യക്ഷമായ. ഇനി എന്റെ പിള്ളേർ എന്നെ എയറിലൊക്കെ അച്ഛാന്ന് വിളിക്കേണ്ടി വരുമോ? എനിക്ക് കാണാം.
കേട്ടോ. രായണ ഓ എന്തോ കളെ, നല്ല കോസ്റ്റ്യൂം. ഞാൻ പറഞ്ഞില്ലേ കിടുക്കാച്ചി കോസ്റ്റ്യൂമാണെന്ന് ഞാൻ പറഞ്ഞു. സാന്റാക്ലോസ് ആണെന്ന് ഷോ കണ്ടപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി കളഞ്ഞു. അത് പിന്നെ ഏത് കഥാപാത്രം കിട്ടിയാലും ഞാൻ അരിഞ്ഞ് അഭിനയിക്കും. ഇപ്പൊ തന്നെ ഈ ചോപ്പം കൂടിയിട്ട് ഒരു കുറിയിട്ടാ ഞാൻ ഭീഷ്മരായി. ദുര്യോധന ഷോ എനിക്ക് വയ്യ. രായണ എല്ലാം ഓക്കെ ആയിരുന്നു. ഈ സ്ലിപ്പർ എവിടെ നിന്ന് മേടിച്ചത്? അത് നമ്മളെ ബാവണന്റെ കടയിൽ നിന്ന്. എവിടെന്ന്? ബാവണന്റെ കടയിൽ നിന്ന്. ആണല്ലേ. ഇതാണ് പറ്റിച്ചത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്നാ വേഗം രായണ ചെല്ലി. രായണ ടോർച്ച് വല്ലതും വേണോ? വേണ്ട, ഞാൻ മിന്നാമിനിങ്ങിന്റെ വെട്ടത്തിൽ അങ്ങ് പൊക്കോളാം. എന്നാ രായണ ചെല്ല് പോ. ഇടിക്കുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിനും പേടിച്ചോ? നിങ്ങളെ ഇടിക്കാനും തോന്നുന്നില്ല, കൊല്ലാനും തോന്നുന്നില്ല. ഒരു ഉപയോഗമില്ലാത്ത മനുഷ്യൻ. എന്റെ ദൈവമേ, എന്റെ ഈ പ്രശ്നമൊക്കെ എന്ന് അവസാനിക്കുമെന്തോ. ആരുമില്ല ഇതൊക്കെ ഒന്ന് കാണാൻ. ഇത് തീർന്നില്ലേ മനുഷ്യ? ക്രിസ്മസ് 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 ക്രിസ്മസ്. ഓ ഇതേതോ കൂടി അനത്തിപ്പെട്ടതാ. ഡിങ് ഡാങ് ഡിങ് ഡിങ് ഡാങ് ഡിങ് ഡാങ് ഡിങ് ഡാങ് ഡിങ് ഡാങ് ഡി ഡിങ് ഡാങ് ഡിങ് ഡാ ആ ഡിങ് ഡാങ് ഡി ഡിങ് ഡാങ് ഡിങ് ഡാങ് ഡിങ് ഡാങ് ഡിങ് ഡാങ് ഡി ഡിങ് ഡാങ് ഡിങ് ഡാ. എങ്ങനെയുണ്ട്? മ്യൂസിക് മാറി. ഡിങ് ഡിങ് ഡാങ് ഡിങ് ഡിങ് ഡാങ് ഡിങ് ഡിങ് ഡാങ് ഡലിങ് ഡിങ് ഡിങ് ഡാങ് ഡിങ് ഡിങ് ഡാങ് ഡിങ് ഡിങ് ഡാങ് ഡല്. മോനെ ഷിബു, എന്ത് ചേച്ചി നല്ല ഡാൻസടാ, സൂപ്പർ പൊളിച്ച്. എടാ അങ്ങേർക്കേ വയ്യ, നീ അതിന്റെ കൂടെ നടന്ന് നശിക്കല്ലേ. മര്യാദക്ക് ജോലിക്ക് പോ. ഞാൻ പറഞ്ഞോണ്ടേ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയട്ടെ ചേച്ചി, എന്തായാലും സംഭവം മൊട്ടം പൊളിഞ്ഞ സ്ഥിതിക്കാ വീട്ടിൽ അമ്മ ചോറ് വെച്ചില്ല, അകത്തിരിക്കുന്ന ബീഫും അപ്പം തിന്നിട്ട് പോട്ടാ. എടാ നീ എന്റെ പറയട്ടെ, എന്തരായാലും വട്ടം പൊളിഞ്ഞ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കേട്ടാ, ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അമ്മ മനുഷ്യ എന്റെ പകുതിയിൽ വന്ന് അലങ്കരിക്കാതെ. എടി നീ കൂടുതൽ അങ്ങ് അഹങ്കരിക്കാതെ. ആര് വരുന്നത് നിന്റെ പകുതിയിൽ? ഞാൻ എന്റെ പകുതിയല്ലേ ഇന്നത്. അയ്യോ, എന്നിട്ടാണ് കഴിഞ്ഞ ദീപാവലിക്ക് എന്റെ കമ്പിത്തിരിയും പൂത്തിരിയും എടുത്തോണ്ട് പോയി കത്തിച്ചത്. ഓ, അപ്പൊ നീ എന്റെ ഗുണ്ട് കൊണ്ടുപോയി പൊട്ടിച്ച് ഷൈൻ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ആ ഫസ്റ്റ് ആർക്ക് വേണമായിരുന്നു ആ ഗുണ്ട്? അതിനേക്കാൾ സൗണ്ടിൽ എന്റെ പൊട്ടാസ് പൊട്ടി. എടി നിന്നോട് സംസാരിച്ചിട്ടുള്ള സമയം എനിക്കില്ല. എനിക്കാണ്ട് ഈ ഫ്യൂസൊക്കെ തൂക്കാനുള്ള പോകുന്നു. അയ്യോ നാണമില്ല മനുഷ്യ. KSEB ഓവർസിയർ ആണെന്ന് പറഞ്ഞോണ്ട് ഈ ഫ്യൂസും വയറും ബൾബും എല്ലാം കൂടെ ഇതേ കെട്ടി തൂക്കിയിടാൻ. എടി ഞാൻ തൂക്കുപടി. മൃഗശാല ജോലിയുള്ള നിനക്ക് ഇതേ ഈ ആനയും ഒട്ടകവും കുതിരയൊക്കെ ഇതിനകത്ത് തൂക്കാമെങ്കിലേ KSEB ജോലിയുള്ള എനിക്ക് ഫ്യൂസും ബൾബും വയറും എല്ലാം ഞാൻ എനിക്ക് തൂക്കാം, അറിയാം. എന്നാ ഒരു കാര്യം ചെയ്യും, ഒരു ട്രാൻസ്ഫോമർ കൂടെ കൊണ്ടുവന്ന് വെക്ക്, എന്നിട്ട് പുൽക്കൂടായിട്ട് അലങ്കരിക്കും. ഞാൻ വെക്കോടി, ഞാൻ വെക്കും. ഓ ഇങ്ങനെ ഒരു നാണമില്ലാത്ത മനുഷ്യൻ കണ്ടോ, എനിക്ക് നാണമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 10-40 വർഷമായി, എനിക്കിപ്പോ നാണമില്ല. എടി മൃഗശാല ജോലി കിട്ടിയ അന്ന് തുടങ്ങിയ അഹങ്കാരം നിനക്ക്. വെറും ജോലിയല്ല, സൂപ്രണ്ടാ സൂപ്രണ്ട്. അതിന്റെ അഹങ്കാരം നിനക്കുണ്ട്. ആ ഇത്തിരി അഹങ്കാരം ഞാൻ കാണിക്കും. എന്താണെന്നറിയാമോ? കാട്ടിലെ രാജാവായ സിംഹം വരെ ഞങ്ങളുടെ ചെലവിലാ കഴിയുന്നത്. കണ്ടോ, എങ്ങാണ്ട് കിടന്ന സിംഹത്തിന് വരെ വില കൊടുക്കുന്നുണ്ട് അവള്. ഈ വീട്ടിൽ ഒരു ഫീസായ ബൾബിന്റെ വില നീ എനിക്ക് തരുന്നുണ്ടോ? ആ തരത്തില്ല. അത് നിങ്ങൾക്കല്ലേ ഒരു വിലയില്ല. എവിടെ പോണു? വില എന്റെ വില കൊടുത്ത അയ്യോ ഇത് ഞാൻ വില കൊടുത്ത് മേടിച്ച് അങ്ങോട്ട് മാറും. അയ്യോ പള്ളിന്ന് അച്ഛൻ വിളിക്കുന്നു. ഹലോ ഹലോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എനി ടൈം സ്തുതിയായിരിക്കട്ടെ. സുസമോ, എന്തൊക്കെയായി നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ? ഞാനും കുര്യച്ചായനും കൂടെ ട്രീ ഒക്കെ അലങ്കരിച്ച് തുടങ്ങി അച്ചോ. കുരിയച്ചനോടെ ഉണ്ടല്ലേ? സത്യം പറഞ്ഞാൽ കുരിയച്ചനും സുസമ്മയും ഈ ഇടവകയിലെ മാതൃകാ ദമ്പതികളല്ലയോ? നിങ്ങൾ രണ്ടാളും കൂടി പള്ളിയിൽ കുർബാന കൊള്ളാൻ വന്നിട്ട് തിരിഞ്ഞ് പള്ളിമുറ്റത്തൂടെ മുട്ടി വിരിപ്പി പോകുന്നത് കാണാൻ തന്നെ ഒരു കുളിർമയാ. ഓ അതൊക്കെ പണ്ടല്ലേ അച്ചോ, ഇപ്പൊ അധികം അങ്ങ് മുട്ടി ഉരുമാറൊന്നും ഇല്ല. വേണ്ട വേണ്ട വേണ്ട, അവന് KSEB ജോലിയുള്ളതല്ലേ, ഒരുപാട് മുട്ടിയരിപ്പല്ലേ, ചിലപ്പോ ഷോക്ക് അടിക്കും. പിന്നെ ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, ഒരു ചെറിയ കാര്യത്തിനാ. പിരിവിനായിരിക്കും, അല്ല അഭിനന്ദന.
അയ്യോ അച്ഛൻ എപ്പോ വേണേലും ഞങ്ങളുടെ വീട്ടിലോട്ട് വരാമല്ലോ അച്ഛൻ. ഓ ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഓ എന്നാ ആയിക്കോട്ടെ അച്ഛാ. കുരി ശരിയച്ചോ? ഗുരു ശരിയാച്ചോ? ശരി കുരിയച്ചോന്ന്. ശരിയാച്ചോ? പെട്ടെന്ന് ഒരു കഴി. അയ്യോ അച്ഛൻ ചോദിച്ച കേട്ടില്ലേ? എങ്ങനെ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങാനാ? ഇവിടെ ഒരു വേലക്കാരനുണ്ടല്ലോ, ഒരു മുടിഞ്ഞ ചെറുക്കൻ, ഇത്തിരി കള്ളപ്പത്തിന് കള്ളു മേടിക്കാൻ വിട്ടോ ഇതുവരെ വന്നില്ല ആ കൊരങ്ങൻ. അവൻ വരത്തില്ല, അവൻ താമസിക്കും. ബിവറേജ് ഇപ്പൊ ഒരു പുള്ളും കൂടെ എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടാണ് വിട്ടേക്കുന്നത്. കൊച്ചമ്മ കൊച്ചമ്മ ഇതാ കൊച്ചമ്മേരെ ഫുള്ളും സാറിന്റെ കള്ളും. ഭ്രാന്താ തിരിഞ്ഞു പോയടാ. എന്നാ കൊച്ചമ്മേരെ കള്ളും സാറിന്റെ ഫുള്ളും. കൊച്ചമ്മയുടെ കള്ള നീ ആ ഷാപ്പിൽ പോയി എന്തോ പറഞ്ഞത്? ഞാൻ ഷാപ്പിൽ പോയി വേറൊന്നും പറഞ്ഞില്ല. മായം ചേർക്കാത്ത ഒരു കുപ്പി കള്ള് വേണം, അതില്ലാതെ കൊച്ചമ്മയ്ക്ക് പറ്റൂല എന്ന് പറഞ്ഞു. ഓ കഴുതേ, എടാ അത് കള്ളപ്പത്തിനാന്ന് നീ പറഞ്ഞില്ലേ? കൊച്ചമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? അവളീ പോയി കഴിഞ്ഞാൽ നീ ഒരുപാട് വിശദീകരിക്കാൻ നിൽക്കല്ലേ, ചുരുക്കി പറഞ്ഞിട്ട് ഇങ്ങനെ വരണോന്ന്. ഇങ്ങനൊരു കഴുത. കൊച്ചമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കഴുതെന്ന് വിളിക്കല്ലേ, അല്ല പുലി എന്ന സിംഹം എന്ന വിളി. എന്നിട്ട് വേണം അതുങ്ങൾ മാനനഷ്ടത്തിന് എന്റെ പേര് കേസ് കൊടുക്കാനായിട്ട്. ക്രിസ്മസ് ട്രീ ഇതുവരെ ഒരുങ്ങി തീർന്നില്ലേ? മൃഗങ്ങളെല്ലാം തൂക്കി. അയ്യോ കൊച്ചമ്മ, ഇതുകൊണ്ട് കൊച്ചമ്മ കെട്ടിയ കൊരങ്ങൻ ചാടിപ്പോയി. ഞാൻ കെട്ടിയ കൊരങ്ങൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒന്ന് ചാടിപ്പോണേ ചാടിപ്പോണേന്ന് കൊറേ കാലം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കൂ. കറക്റ്റ് ഫിഗറാ. ആ കൊരങ്ങല്ല കേട്ടെ കൊച്ചമ്മ, ഈ ക്രിസ്മസ് ട്രീയിൽ കെട്ടിയ കൊരങ്ങ് ചാടിപ്പോയെന്ന്. എന്തോ ചാടിപ്പോയെന്ന്? കൊരങ്ങ് ചാടിപ്പോയി. ഇവിടെ കൊരങ്ങല്ലേ? എടാ ഇവിടെ മൃഗശാല കൊരങ്ങ് എപ്പോഴും ചാടിപ്പോനേ സമയമുള്ളു. അങ്ങനെ ചാടിപ്പോയാലേ ഞങ്ങൾ പിടിച്ചിടാനും അറിയാം. ഞങ്ങള് കൊറേ പിടിക്കും. എടാ ഇനി എന്നാന്ന് അറിഞ്ഞൂടാ, ഇവിടെ മൃഗശാലന്ന് കൊറേ സിംഹവും കടുവയും ഒക്കെ ചാടിയിട്ടേ ഹൈവേ കൂടെ നടന്നു പോകുന്ന നമുക്ക് കാണാം. അത് മാത്രമല്ല, ഇവിടെ മൃഗശാലന്ന് ഒരു ഒട്ടകപ്പക്ഷി ചാടിയിട്ട് കിഴക്കേക്കോട്ടെ കൂടെ പോന്നേന്ന് ഓർത്തു നോക്കി. തങ്കുമ്പോ കാണാൻ വേണ്ടി കാണാൻ ഇവിടെ മൃഗശാല എന്നാണ് നോക്കണേ. കൊച്ചമ്മ, നിങ്ങളെ മൃഗശാല എന്തേ അഥവാ ഒട്ടകപ്പക്ഷി ചാടിയാലും പേടിക്കണ്ട, സാറിനെ പിടിച്ച് നമുക്ക് കൂട്ടിലാക്കാം. പക്ഷി എന്നെ വിളിക്കുന്നു. എന്ത് പക്ഷിത്തെറി? പച്ചീനെ കണ്ടു നിൽക്കാതെ ഇത് വന്നാലും അയ്യേ ഇതെന്തുവാ? ഇതെന്തിനാ ഈ മദ്യക്കുപ്പി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്? അതിൽ കാണാൻ തൊട്ടാ മോന്തടിച്ചാൻ പൊട്ടിക്കും. എന്റെ അപ്പച്ചന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കെട്ടി തൂക്കിട്ടേക്കണ സാധനമാണത്. എന്നാ ഒരു കാര്യം ചെയ്യും, എന്റെ അമ്മച്ചിയുടെ ഓർമ്മയ്ക്ക് ഇച്ചിരി വെറ്റില ഇടയ്ക്ക തുപ്പക്കോളാമ്പി കൂടെ കെട്ടിയിടാം. എന്നാ നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് ചുണ്ണാമ്പെടുത്ത് ഇലക്കകത്തൊക്കെ തേച്ച് വെക്കടി. നിങ്ങളെ വൃത്തിയായിട്ട സാധനങ്ങൾ തൂക്കാനുള്ള സാധനം അല്ല ഈ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. ഇത് ക്രിസ്മസ് ഒന്ന് ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സാധനമാണ്. അയ്യോ, ഓർമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇതാ തൂക്കാൻ വേണ്ടി 2-3 ഫീസും കൂടെ ഉരുക്കൊണ്ട് വരട്ടെ. സാറ് ഫീസ് ഊരാൻ പോയിട്ടുണ്ട്. അപ്പൊ 2 ദിവസത്തേക്ക് ഈ നാട്ടിൽ കറണ്ട് കാണൂല. കൊച്ചമ്മ, വാഷിംഗ് മെഷീനിൽ തുണി കൊണ്ട് പെട്ടെന്ന് അലക്കാൻ നോക്ക്. അതൊക്കെ കഴിഞ്ഞു. ഇതിലൊരു സീരിയൽ ബൾബ് കത്തുന്നില്ല. കറണ്ട് പോകുന്നതിന് മുമ്പ് അതൊന്ന് നോക്കിക്കേ. ബൾബ് കത്തില്ലേ? അങ്ങനെ കത്തായിരിക്കാൻ വഴിയില്ലല്ലോ. ഇവിടെ നോക്കട്ടെ. കൊണ്ട് പോയപ്പോഴൊക്കെ 2 കൂടെ നന്ദി കെട്ട നിന്നെ ഞാനെന്ത് വീട്ടിന്റെ അകത്ത് തെരുവ് നാടകമോ? ഇതെന്തോന്ന് സീരിയൽ ബൾബാ? അയ്യോ, ഷോക്ക് അടിച്ച്. എന്തോ നച്ചത്? ഓണത്തല്ല് കണ്ടിട്ടുണ്ട്, എന്തോ ക്രിസ്മസ് തല്ല. എന്താണോ പറ്റിയത്? ഈ ട്രീന്ന് കറണ്ട് അടിച്ചതാച്ചോ? ട്രീന്ന് കറണ്ട് അടിക്കാനോ? ഈ KSEB ബിജുള്ള ഏവോ ഉള്ളപ്പോഴോ ഈ ട്രീന്നൊക്കെ ഇങ്ങനെയാണ് കറണ്ട് അടിച്ചത്. അയ്യോ, എന്തോന്നത്? നിങ്ങളെ KSEB-ക്കാര് ഇടുക്കിയിലെ ഡാമിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നതിന് പകരം ഇപ്പൊ ക്രിസ്മസ് ട്രീ എന്നാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. വയറ് വല്ല ഷോർട്ടായി കിടന്നായിരിക്കും വെച്ചോ? ആയിരിക്കും. സത്യം പറഞ്ഞാ നിങ്ങളെ ചേർച്ച കാണുമ്പോ എനിക്കൊക്കെ അസൂയ തോന്നുക. ശരിക്കും മരണം വരെയും ഇവരുടെ ഈ ചേർച്ച ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ഇങ്ങനെയാണെങ്കിൽ ഉടനെ ഇവിടെ ഒരു മരണം നടക്കും. അതെന്തോന്ന്? അല്ല, ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഒരു ക്രൂശിത മരണം ഉണ്ടല്ലോ. ദുഃഖവെള്ളി, അത് കഴിഞ്ഞ് ഈസ്റ്റർ. അതെ. പിന്നെ ഞാൻ വന്ന കാര്യം പറഞ്ഞുതരാം. ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കണം. ക്രിസ്മസ് കരോളും. കരോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഞങ്ങളുടെ ഓഫീസിൽ ക്രിസ്മസിന്റെ ആഘോഷമുണ്ട്. അപ്പൊ അവിടെ പാടാൻ വേണ്ടി ഞാൻ ഒരു കരോള് പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയാതെ അങ്ങ് പാടി കേൾപ്പിച്ചായ. പാടട്ടെ? പാടിക്കോ. 3, 4. ഉണ്ണിശോ അടിക്കുഞ്ഞി പൊന്നിശോ തിരുവേദിലഹേമി അത്തിടയന്മാരായിരം കൊട്ടിക്കോ ഇടമുറ്റം പാല് കൈകൊട്ടിപ്പാടാൻ കരോളുകാരോത്തിരി ഇവറേജസിൽ പലർ കൂട്ടമായി കലർ മോണ്ടുവാൻ വന്നു പോയി. പല ബ്രാൻഡുകൾ ക്രിസ്തുമസിനായി അടിക്കൂടി വാങ്ങുന്നുവോ. പുതിയ ബ്രാൻഡൊക്കെ വാങ്ങി
കൂടി കൂടുവാനിടവരുമോ ഉണ്ണിശോ അടികുഞ്ഞി പൊന്നിശോ തിരുവേദ്രഹേമി ആട്ടിടയന്മാരായിരം കൊട്ടിക്കോ ഇടമുട്ടം പാണ്ട് കൈകൊട്ടിപ്പാടാൻ കാരോടുകാരോ തിരേ. പാട്ടൊക്കെ കൊള്ളാം. ഇത് നിങ്ങളുടെ KSEBയുടെ ക്രിസ്മസ് ആഘോഷത്തിന് പറ്റിയ പാട്ടല്ല, ഇത് ബിവറേജസ് കോർപ്പറേഷന്റെ ക്രിസ്മസ് ആഘോഷത്തിന് പറ്റിയ പാട്ടാ. ഈ പാട്ടൊന്നും വേണ്ട. രണ്ടെണ്ണം അടിച്ചോണ്ടിരുന്നപ്പോ എഴുതി പോയാച്ചോ. എന്നെ വിളിക്കാത്ത എന്തായിരുന്നു? എന്തിന്? ഞാൻ പറയുമായിരുന്നല്ലോ അടിക്കാൻ പാടില്ലായിരുന്നു. അത് ഞാൻ കാര്യം പറയാം. കരോള് പിരിവ് ഞാൻ ഇവിടെ വന്നത്. കരംപിരിവ് ഇവിടെ വില്ലേജ് ഓഫീസിലല്ലേ, പള്ളിയിലോട്ട് മാറ്റിയാ? ഓ, കരംപിരിവല്ല, ക്രിസ്മസ് കരോളിന്റെ പിരിവിന്. ഞാൻ അന്നേരെ പറഞ്ഞില്ലേ പിരിവിന് അച്ഛൻ വരുന്നെന്ന്. അല്ല, അത് വേറൊന്നല്ല ചോ, അവർക്ക് സർക്കാർ ജോലിയല്ലേ, അപ്പൊ 5000 തരണോ 10000 തരണോ എന്നുള്ളൊരു ചർച്ചയിലാണ് അല്ലേ. 10000 5000 അയ്യോ, 5000 രൂപയുടെ കാര്യല്ലേ ഉള്ളു. അച്ഛൻ ഇരിക്കും കേട്ടോ, ഞാൻ അച്ഛന് 2 കള്ളപ്പം ചുടട്ടെ. കുര്യച്ചോ, ആ കാശങ്ക് കൊടുത്തേരെ. വന്നേ എന്റെ പൊന്നു ഭാര്യ. കള്ളപ്പത്തിന്റെ കാര്യം പറഞ്ഞ് പതുക്കെ സ്കൂട്ടാവുമല്ലേ, നമുക്ക് രണ്ടും കൂടെ കള്ളപ്പം ഉണ്ടാക്കാം. അച്ഛോ, പിന്നെ കയ്യില് ക്യാഷ് ഇല്ല, അക്കൗണ്ടിലാ കാശ് മൊത്തം കിടക്കുന്നത്. ഇപ്പൊ ഞാൻ ATM-ലൊക്കെ പോയി എടുത്തോണ്ട് വരുമ്പോ സമയം ഒത്തിരി ആവത്തില്ല. എന്റെ കയ്യിലും ക്യാഷ് ഒന്നും ഇല്ല അച്ഛോ. അല്ല, അച്ഛൻ എന്നെ നോക്കണ്ട, ഇവിടെ ജോലി കിട്ടിയ ശേഷം ഞാൻ കാശേ കണ്ടിട്ടില്ല. ഒരു വീട്ടിൽ അങ്ങനെ കാശ് വെക്കാറില്ലല്ലോ, എല്ലാം അങ്ങ് അക്കൗണ്ടിൽ കൊണ്ട് ഇടുകയല്ലേ, കാശ് ആരെങ്കിലും കാണില്ല. ഇനിയിപ്പോ അതുകൊണ്ട് പിരിവങ്ങ് വേണ്ടെന്ന് വെച്ചോ. അതല്ല, QR കോഡ് ഉണ്ട്, അങ്ങനെ നീ സ്കാൻ ചെയ്ത് അയച്ചാൽ മതി. അല്ല, എന്റെ ഫോൺ കാണുന്നില്ല. അയ്യോ, കൊച്ചമ്മേരെ ഫോൺ ഇതായിരിക്കുന്നത്. സ്കാൻ ചെയ്തായ അങ്ങനെ. അയ്യോ, പെട്ടതാട്ടെ. അപ്പൊ ശരി, ഈ ഇടവകയില് ഇത്രയും വീടുകളിലും ഇന്ന് തന്നെ കേറി ഇറങ്ങണം. അപ്പൊ ഞാനങ്ങോട്ട് തിരിക്കുക. അപ്പൊ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്. പോകുമ്പോ നോക്കണം, ഇൻകം ടാക്സുകാർ പിടിക്കും. അച്ഛനെ തലേ മൊത്തം കാശാ. എന്റെ 5000 രൂപ പോയത് ഫോൺ എന്റെ കൈ കൊടുത്തെന്ന്. ഇനി നിന്റെ സേവനം ഒന്നും ഇവിടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് അല്ലല്ലോ ഇവിടെ എന്ത് കാര്യം വന്നാലും എന്റെ തലമുറയ്ക്ക് അടിച്ചു തരാനായിട്ട്. എന്റെ 5000 രൂപ കളഞ്ഞപ്പോ മതിയായോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കെ, ഈ മുടക്കിയെന്ന് മുടക്കി. ഇനി ക്രിസ്മസിന് പോക്കും ബീഫും താറാവും കോഴിയെല്ലാം നിങ്ങളുടെ ചെലവിലൊക്കെ മേടിച്ചാ മതി കേട്ടോ. ചെലവിന് മേടിക്കത്തോളൂ. അയ്യോ, നമുക്ക് കാണാം. എന്റെ പപ്പ, എന്റെ പപ്പായ, എന്റെ സ്വന്തം പപ്പ എന്റെ പപ്പായ. എന്റെ പപ്പ കുരിയച്ചോ, അയ്യോ, ഭയങ്കര സ്നേഹമാണല്ലോ. ഞാനേ കൊടയെടുക്കാൻ മറന്ന്, അപ്പൊ ഈ കൊച്ചിനെ എന്റെ പിറകെ വന്ന് കൊടയുടെ കാര്യം ഓർമ്മിപ്പിച്ചത്. പിന്നെ ഇവ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡല്ല തരാനുള്ളത്, അഭിനയത്തിനുള്ള ഓസ്കാർ അവാർഡാ തരാനുള്ളത്. എന്നാണ് പ്രശ്നം? എന്നാ പ്രശ്നമെന്നോ? ഇവിടെ മൃഗശാല ജോലി കഴിഞ്ഞ് വന്ന മൃഗങ്ങളെ കാണുന്ന പോലെ എന്നെ കാണുന്ന അറിയാവോ? അതുപോലല്ലോ ഇയാള് KSEBയിൽ ജോലി കഴിഞ്ഞ് വന്ന ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കുന്ന എന്റെ നേരെ പൊട്ടിത്തെറിക്കും. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ട്രാൻസ്ഫോമറും ഫ്യൂസ് ഒക്കെ നീ KSEB ഓഫീസിൽ വെച്ചിട്ട് വേണം വീട്ടിലേക്ക് വരാൻ. അതുപോലെ മൃഗങ്ങളെയൊക്കെ നീ മൃഗശാലയെ കൊണ്ട് വെച്ചിട്ട് വേണം വീട്ടിലേക്ക് വരാൻ. എന്നിട്ട് വീട്ടിലൊന്ന് മനുഷ്യന്മാരെ പോലെ സ്നേഹിച്ച് ജീവിക്കണം, മനസ്സിലായോ? ഇനി ഞാൻ വരുമ്പോ ഈ ട്രീയിൽ അതിർത്തി ഇവിടെ കാണരുത്. ഇനി ഈ ക്രിസ്മസോട് കൂടി ഇവിടെ ഇല്ലാത്തൊരു സാധനം ഉണ്ടാവട്ടെ. ശാന്തിയും സമാധാനവും. ഓക്കേ, എന്നെ പരിപാടി. അയ്യോ, പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ, വീട്ടിൽ പോകാൻ ടൈമായി. അടുത്ത പ്രാവശ്യം കാണാൻ പോകുന്നത് നമ്മുടെ പക്ഷേ സത്യം പറയട്ടെ, ക്രിസ്മസ് വീക്ക് ആണെങ്കിലും എനിക്ക് എന്നാന്ന് അറിയുന്നത്, നമ്മള് ക്രിസ്മസ് ഓൾറെഡി ആഘോഷിച്ച് ഇങ്ങനെ വരുന്നോണ്ടല്ലോ, എവറി ഡേ ഇസ് ലൈക്ക് മോർ പവർ അല്ലേ. ഷാൻചേട്ടനും കൂടെ വന്നപ്പോ സംഭവം കളറായി, കിടിലായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത ദിവസം കാണാൻ. നോച്ചേട്ടാ നോമ്പിന്റെ മനസ്സിലാവുന്നുണ്ട്. ആണോ? സാരമില്ല, നമുക്ക് എന്തായാലും ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങി സുഖമായിട്ട് ഉറങ്ങി നല്ല എനർജി ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.